ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാപ്റ്റർ. ഇന്ന് ഞാൻ ഒരു മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, വേൾഡ് നെയിം കിങ് എന്ന് കൊടുക്കാം. സർവൈവൽ ഹാർഡ് മതി. അഡ്വാൻസ്ഡിൽ ഷോ ഡേസ്റ്റ് പ്ലേസും ഷോ കോർഡിനേറ്റ്സും നമുക്ക് ഓണാക്കി വയ്ക്കാം. പിന്നെന്താ നമ്മുടെ എത്ര പേരാണ് വേണ്ടത് അത് നമുക്ക് 1 എടുക്കാം. സിമുലേഷൻ ഡിസ്റ്റൻസ് 6 മതി. ആൻഡ് സീഡ് തൽക്കാലത്തിന് വേണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ലൊരു സ്പോണ് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കാര്യം തേഞ്ഞ്. നമുക്ക് ഏത് വേൾഡൊക്കെ കിട്ടുന്നത് നോക്കാം ഗൈസ്. സോ കമോൺ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ പുതിയ സർവൈവൽ സീരീസിലോട്ട് സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വുഡ് പൊട്ടിച്ച് തുടങ്ങാം. കമോൺ ഗായ്സ്, ബേസിക്കായിട്ട് ആവശ്യമില്ല എല്ലാ വുഡും നമുക്ക് കിട്ടി. ഇനി ഞാൻ ഇത് വെച്ചിട്ട് ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്യാം. ഒരു 16 സ്റ്റിക്സ്, 16ഒക്കെ വേണം, എന്നാലും കിടക്കട്ടെ. എന്തായാലും ചെയ്യാൻ പോവാം, അപ്പോൾ കുറച്ച് കൂടുതൽ കിടക്കട്ടെ. യെസ് ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് പിക്കാക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എവിടെന്നെങ്കിലും സ്റ്റോൺ എവിടെന്നാണ് കിട്ടുക നോക്കണം. എന്നിട്ട് അവിടെ പോയിട്ട് സ്റ്റോൺ എടുക്കണം. ഇതൊരു കടലുള്ള സ്ഥലമാണല്ലോ. ഈ പൂ വേണം, ഈ പൂ നല്ല ഇഷ്ടമാണ്. ആ പൂവും കൊണ്ട് നമുക്ക് റെഡ് ഡൈ കിട്ടും ഗൈസ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല സ്ഥലം കിട്ടിയിട്ട് ഞാൻ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. വീട് വയ്ക്കാൻ പരിപാടിയുള്ളൂ. ഇനി ഒരു പച്ചപ്പുള്ള പ്ലെയിൻസ് ഭയം കിട്ടണ നമുക്കിങ്ങനെ നടക്കാം. നല്ലൊരു സ്ഥലം കിട്ടിയിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഞാൻ അതാ വരണം ഗൈസ്. കുറച്ച് ദൂരം നല്ല ഞാൻ നടന്നുള്ളൂ. എനിക്ക് ഇപ്പോൾ അടുത്ത് തന്നെ ഒരു വില്ലേജ് കിട്ടി. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങോട്ട് പോകണതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. കാരണം എത്ര ദൂരം വന്നു നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് ഒക്കെ മനസ്സിലാവും. ഫുള്ള് കാടായിരുന്നു, അത് മുലിക്ക് ഇതുവരെ കാടിയും മലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ ഫൈനലിക്ക് ഒരു വില്ലേജ് കിട്ടി. കുറേ ദൂരം പോയി. ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റോണും കോളും കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻ ചെയ്തെടുക്കാം. മൈൻ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് ബാക്കി ആ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. അതൊന്നൊക്കെ ഒന്ന് മൈൻ ചെയ്തോട്ടെ, എത്ര കിട്ടും നോക്കാമല്ലോ. ഓക്കെ ഗൈസ്, കുറച്ച് നേരമല്ല ഞാൻ മൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ പിക്കാക്സ് പൊട്ടിയെന്ന് മാത്രമല്ല, നമുക്ക് 24 കോളും ഇവിടെ കുറേ കോളുണ്ടായിരുന്നു ഗൈസ്, ഒക്കെ എടുത്തു. എന്നിട്ട് കുറച്ച് സ്റ്റോൺ എടുത്തു. പിന്നെ സമയം കുറേയായി. നമുക്ക് ഫസ്റ്റ് സ്റ്റോൺ ടൂൾസായിട്ട് ഫുൾ അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ഫുൾ സ്റ്റോൺ ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് 2 ഫർണസിൻ്റെ ആവശ്യം ഉണ്ടായില്ല. തൽക്കാലം 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടുകയാണെങ്കിലോ എങ്ങനെ? ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഗൈസ്. ഇനി നമുക്ക് നേരെ വില്ലേജിലോട്ട് പോകാം. അവിടെ എന്തൊക്കെ ലൂട്ടാണ് കിടക്കണമെന്നൊന്നും അറിയില്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഒരു വീട് വെക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളൊരു വീട് വെക്കാൻ നോക്കാം. ആൻഡ് നമ്മൾ നമ്മുടെ വില്ലേജിലോട്ട് വന്നിട്ട് ഈ വീട് മറ്റേ ലൈബ്രറി ലൈബ്രറീൻ്റെ വീട്. അപ്പം തുടങ്ങുമ്പോഴുള്ള മാക്സിമം പല സാധനങ്ങളും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ബുക്കിനായിട്ട് കുറേ അലയേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ബുക്ക് കൂടി ആവശ്യമുണ്ട്. പക്ഷേ ഇത്ര കുറേ ബുക്ക് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടിയല്ലോ. ഇനി അത്രയും സമയം നമുക്ക് ലാഭമായില്ലേ. ഒന്നും ബാക്കി വെക്കണ്ട, ഡോർ കൂടെ അടിച്ചോണ്ട് പോവാം. ഇവർക്ക് എന്തിനാ ഡോറ്? ഓക്കെ, ഈ ഡോറും കൂടെ അടിച്ചോണ്ട് പോവാം. ഒന്നും ആവശ്യമില്ല. ഇതവിടെ കവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി നോക്കാം ഗൈസ്. നമ്മൾ നമ്മുടെ ബെല്ലെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 വില്ലേജ് ഉണ്ടെങ്കിൽ പൂട്ടിയിടാൻ നോക്കാവോ. പോ റേഡാണ്. നമ്മൾ വിളിച്ചൊന്നുമില്ല. ഉള്ളിലേക്ക് പോയപ്പോൾ വില്ലേജസ് ഇവരെന്താ ഉള്ളിൽ കയറണ്ടേ? കയറടാ, അവിടെ കയറ് മര്യാദയ്ക്ക് കയറിക്കോ. ഇതൊക്കെ എൻ്റെ കയ്യിൽ കത്തിയാണ്, കയറിക്കോ. എന്തായാലും അവൻ കയറുന്ന ലക്ഷണമൊന്നുമില്ല. വേറെ ആരൊക്കെ കയറി നോക്കട്ടെ. ഇവിടെ ആളുണ്ട്. 2 ഉണ്ടെങ്കിലും മതി. നല്ലതാ. ആരപ്പത്?
അയങ്കോളോ? ഗൈസ് ബൈ ദ വേ നമ്മുടെ അയങ്കോൾ എങ്ങോട്ടോ പോയി. 4 അയണം തന്നെ എങ്ങോട്ടോ പോയി. സത്യമാണ് എനിക്കൊന്നും അറിയില്ല, എങ്ങോട്ടോ പോയി. ഇനി നമുക്ക് ഒന്നുകൂടി മണ്ണടിക്കാം, മരനെ കൊള്ളിൽ കെട്ടിടാം. കയറി 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 കയറി. ആ നൈറ്റ് ഉണ്ട്. സുഭാഷ് അവിടെ ആരെങ്കിലും ഉണ്ട്? അവിടെ ഉണ്ട്. എന്താണ് എല്ലാവർക്കും ഈ ഒരു കോട്ട്? പ്രത്യേകിച്ച് വേറൊന്നുമില്ല, തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇടാൻ തുണിയൊന്നുമില്ലേ? ഒരു കോട്ട് തന്നെ ഇട്ട് വെറുപ്പിക്കണ്. അവിടെയും കിടക്കട്ടെ. കുറച്ച് ഹേബിൾസ് കിട്ടി. ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അയങ്കോളത്തിൻ്റെ ഒപ്പം തല്ലുണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ അയങ്കോളത്തിൻ്റെ ഒപ്പം തല്ലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതവൻ തന്നെ ചത്തത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ. എനിക്കൊരു 4 അയണും തന്നു പോയി, അതുകൊണ്ടാ. ഓക്കെ, വേഗം പോയിട്ട് ഇവിടുത്തെ ഒരു ബെഡ് കൂടി എടുത്തേക്കാം. ആരും കണ്ടില്ലല്ലോ അല്ലേ? പക്ഷെ ആരും കണ്ടിട്ടൊന്നുമില്ല. നമുക്ക് ബെഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് കുറേ ഫുഡ് ഇരിക്കണ്ടേ. ഒക്കെ എടുത്തോണ്ടങ്ങോട്ട് പോവാം. ഒരു ഫുഡും ബാക്കി വെക്കണ്ട. ഒന്മാർക്കൊന്നും വേണ്ട. ഒന്മാർക്ക് ഇവിടുന്ന് വിശപ്പ്, പക്ഷെ നമുക്ക് നല്ലുണ്ട്. അയ്യോ ഇതൊക്കെ കിട്ടും. അപ്പോൾ ഗൈസ് നമ്മുടെ സീരീസിൽ ആദ്യത്തെ ഡേ ഇപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ്. യെസ്, ഇനി നമുക്ക് എവിടെയെങ്കിലും കേവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരു ഫുൾ അയൺ ആർമർ ആവാൻ പറ്റും നോക്കാം. ഒന്നും ഡയമണ്ട് ഒപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയൺ ആർമറെങ്കിലും ആവണം. ഗൈസ് അവിടെ പുൽച്ചാടി കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, പച്ച പുൽച്ചാടി. അതിൻ്റെ അടുത്തേക്ക് പോകണ്ടേ. നമ്മുടെ ഹെൽത്തൊക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ടേ ചിലപ്പോൾ പോയ പണിയിട്ടുള്ള ചാൻസ് ഉണ്ട്. എവിടെയെങ്കിലും ഈ അടുത്ത് പ്രദേശത്ത് കേവ്. ആ പച്ചപ്പുൽച്ചാടിൻ്റെ സുഹൃത്ത് വെള്ളപ്പുൽച്ചാടി ഇതാക്കണു. അവൻ്റെ അടുത്ത് അത്രയും പോണ്ട. അതുകൊണ്ട് തൽക്കാലത്തിന് ഇവിടുന്ന് മാറാം. ഒരു കേവ് കിട്ടണവരെ നമുക്ക് ഇങ്ങനെ തണ്ടി നടക്കാം. ഈ കേവ് കിട്ടിയിട്ട് നിങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് കേവ് കിട്ടിയിട്ട് നിങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് ഈ പ്രദേശത്തൊന്നും ഒരു കേവും ഇല്ലേ? ഞാൻ മണിക്കൂറെന്നല്ല, ഒരു 10 മിനിറ്റ് 20 മിനിറ്റായി തരാൻ നോക്കിയിട്ട്. ഗൈസ് 10-20 മിനിറ്റൊക്കെ ആയിട്ടോ. ഞാൻ വെറുതെ പറയണമെന്നല്ല, കഴിച്ചിട്ട് നിൽക്കണ്ട. ഗൈസ് കുറേ നേരം ഞാൻ തരാൻ തോന്നിയിട്ട് പക്ഷെ ഒരു കേവ് കിട്ടുന്നില്ല. എന്താണെന്നാവേ ഇപ്പം മൊജാങ് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരു കേവിനുകൊണ്ട് ഞാൻ കെഞ്ചണം. ഇങ്ങനെ പോയ സംഗതി ശരിയാവില്ല. നമുക്കൊരു കേവ് കിട്ടാതെ നമുക്ക് പോകാം. അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്, അത് അടിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ കേവിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്തെങ്കിലും ടോർച്ചൊക്കെ ഉണ്ടാകുമ്പോഴാവും വുഡില്ലാന്ന് അറിയണത്. ഇതൊക്കെ കേവിൻ്റെ ഉള്ളിൽ വെറുതെ കേവും. അപ്പോഴാവും ഫുഡില്ല, വുഡില്ല, അങ്ങനെ കുറേ ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതൊക്കെ എടുത്തുകൊണ്ട് പോവാം. അതിനൊരു കേവ് കിട്ടിയാലല്ലേ, അതൊരു കാര്യമാണ്. കേവ് കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതിനായത് 2ാമത്തെ വട്ടം പറയുന്നുണ്ട്. ഇങ്ങനെ പോയ 2ാമത്തെ വട്ടം ഒന്നും ആവില്ല പറയണ്ടാവുക. എനിക്ക് ഭക്ഷണം ഉണ്ടോ? അതുണ്ട്. ഭക്ഷണം കുറച്ച് ഉണ്ടാക്കണം കേട്ടോ. കേവ് പോയാൽ കഴിഞ്ഞാൽ അതാവും. പക്ഷേ ഇപ്പം നമുക്ക് കൊന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ കുറേ ഹേബിൾസ് കിട്ടിയില്ല. മണ്ടൻ വില്ലേജർമാരുടെ കയ്യിൽ നിന്ന് കുറേ ഹേബിൾസ് കിട്ടി. അത് നേരെ കുക്കറിലിട്ട് ബ്രെഡാക്കിയിട്ട് വയറ്റി കുത്തിത്തിരിക്കുക മതി. ബാക്കിയൊക്കെ സെറ്റാണ്. അവിടെ ഷിപ്പ് നടന്നുകൊണ്ട് ഇവിടെ ഒരു ഷീപ്പ് നടന്നുകൊണ്ട്, കപ്പലൊക്കെ നടന്നുകൊണ്ട് എന്നൊക്കെ. ഓക്കെ, ഹലോ, ഇന്നറിയോ? അറിയില്ലെങ്കിൽ വേണ്ട. ഇപ്പോഴും ഇന്നെ അറിയില്ല. കഷ്ടം തന്നെ. ഇന്നറിയില്ല. ഒരു കേവ്, ഇതൊരു കേവാണോ? ആവണം അല്ല. അയ്യോ, എന്നൊരു കേവ് ഇട്ടിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ് ഇതൊരു കേവ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സീരീസിനെ അവിടെ നിർത്തും. കേവാണെന്നറിയാം, അതുകൊണ്ടാണ് ഇത്ര ബലത്തിൽ പറയണേ. ഇതെന്താണ് നമ്മുടെ ഹെൽത്ത് മാത്രം റിവിഷൻ ആവാത്ത? അയ്യേ, ഇതായിരുന്നു കേവ്. വല്ലാണ്ട് കൊതിച്ചു. അങ്ങോട്ട് കുറച്ചുണ്ട്. ഇതെന്താ? അയണും കാര്യങ്ങളൊക്കെ കിട്ടുന്നവേ. ഒന്ന് പോയി നോക്കി. അയാൾ യെസ്, എത്ര നേരെ തപ്പിക്കൊണ്ട് കിടക്കണം. ഇനി കഴിച്ച് എപ്പോഴെങ്കിലും ഓറും കാര്യങ്ങളൊക്കെ വൃത്തിയിട്ട ഓറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം.
അതുവരെ ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല എന്നല്ല, എന്നാലും ഇപ്പോൾ വവ്വാലുകളൊക്കെ പറഞ്ഞു അടുത്തോട്ട് വന്നു വരത്തന്നെ ഇപ്പൊക്കെയാണ് അറിയാലോ. ആ നമ്മളടുത്ത് കളിക്കണ്ട. 1.5 ഹാർട്ടും വെച്ചോണ്ടാണ് ഈ വെല്ലുവിളിയൊക്കെ. എന്തോ അയ്യോ, ഓ മൈ ഗോഡ്, ഷേഡോ. നമ്മൾ ആദ്യം മുതൽക്ക് അങ്ങോട്ട് നടക്കണ്ടേ? റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടില്ല. ഓ ഡീസ്പോൺ ആതിരുന്നാൽ മതിയായിരുന്നു. നടന്നു. ഓ മൈ ഗോഡ്, എന്നാൽ എന്ത് മണ്ടത്തര കാണിച്ച അയണിന് വേണ്ടിയിട്ട്. ഷേ അവിടെ കുറച്ച് ഷുഗർക്കിനുണ്ട്, എടുത്തിട്ട് പോവാം ഗൈസ്. ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് കാണിക്കുക. ഡീസ്പോൺ ആവാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. കമോൺ, നമ്മുടെ ഐറ്റംസ് ഒന്നും ഡീസ്പോൺ ആയില്ല. 4-4.5 മിനിറ്റ് പിടിച്ച് ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം. ഓഫ്, എൻ്റെ കാല് പോയി. അയ്യോ, എൻ്റെ ഐറ്റം വേഗം എടുക്കട്ടെ, ഇപ്പോൾ ഡീസ്പോൺ ആവും. ഓ ഒക്കെടുക്ക. ഈ ഒരു ടോർച്ച് വെക്കടാ പൊന്നിയേ. ബുദ്ധിയിലാണ് പ്രത്യേകിച്ച് കാണിക്കാൻ. ഈ കേവ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പച്ചപ്പുൽച്ചാടികളും വെള്ളപ്പുൽച്ചാടികളും ലോകത്തില്ലാത്ത ജന്തുക്കളെ വരെ കേവിലിറങ്ങിയാൽ നമുക്ക് കാണാം. പ്രത്യേക തരമാണ് ഗെയ്സ് മൈൻക്രാഫ്റ്റത്തെ കേവുകൾ. നമുക്ക് അത്ര അവിടെ സയണമുണ്ട്. ഭാഗ്യത ഡീസ്പോൺ ആവത്തിൻ്റെ ഭാഗ്യം. ഇത്രയ്ക്കും സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഞാൻ തിരുണ്ട് അടിക്കറ്റ പോയോ? അടിക്ക് പോയിണ്ടാവില്ല, പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഹേബിൾസ് ഉണ്ടല്ലോ, അത് മതി. ബാക്കി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരേ കണക്കാ. ഓക്കെ, ഈ അയണൊക്കെ ഒന്ന് എടുത്തോട്ട്. ഓ അവിടെ അടിക്കൊന്നും ഇനി പോകണം കേസ്. അടിയിലൊക്കെ എന്താന്നാവേ കേസ്. എന്താണ് ഈ അയൺ ഇങ്ങനെ കളിക്കുക എൻ്റെ അടുത്തൊക്കെ? പണ്ടത്തെ ജിംനാസിയ അറിയില്ല നമ്മളങ്ങ്. ജിയോ ലാവ ഗൈസ്. ഇവിടെ ജിയോയിലുണ്ട് ഗൈസ്, എൻ്റെ ഫേവറേറ്റ് സാധനം ഫോൾട്ട്. അയ്യോ ഒരെണ്ണുള്ളൂ. ശശീകര എന്നെഞ്ച് അല്ലെങ്കിൽ ഒരെണ്ണേ കിട്ടും. നമ്മുടെയൊക്കെ കണക്ക് വെച്ചു ഗൈസ്. ആ ജിയോയിലേക്ക് എങ്ങനെയും പോകണം. ഈ വൃത്തിയട്ട സാധനം എൻ്റെ കുറേ നേരമായിട്ട് തുറച്ചു നോക്കണം. എന്തായാലും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തുറച്ചു നോക്കാൻ നിർത്തി. ചത്തോ? ഇല്ല, എങ്ങനെ ചാവാനാ? അത്രയ്ക്ക് അഹങ്കാരം. ഇപ്പം നമ്മൾ വീണാനിപ്പോൾ അവിടെ കുറച്ച് റെഡ് സ്റ്റോൺ ഉണ്ട്, അത് അയാമ്പിക്ക് വെച്ചിട്ട് മൈൻഡ് ചെയ്യാൻ പറ്റും. ആ ജിയോയിലേക്ക് എങ്ങനെയും എത്തിപ്പെടണം കേസ്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ ചാവല. ആ പച്ചപ്പുൽച്ചാടി ചത്തതുമില്ല മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട്. ഞാൻ സ്കേവിക്ക് ഇറങ്ങണതിന് മുമ്പ് റീസ്പോൺ പോയിൻ്റൊക്കെ സെറ്റ് ചെയ്യണം കേസ്, അല്ലെങ്കിൽ ആകെ പശക്കാണെന്ന്. അവിടെ ഞാൻ അങ്ങോട്ട് അത്ര നേരം പോകണ്ടേ? ഇത് മിക്കവാറും ഡീസ്പോൺ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പോയിട്ട് വരാം. ഇനി 2,000 ബ്ലോക്ക് അങ്ങോട്ട് നടക്കണം. 2,000 ഒന്നുമില്ല, 500 ബ്ലോക്കായിട്ട് അങ്ങോട്ട് നടക്കണം കേസ്. ഇനി പോകേണ്ട എടുത്തിട്ട് എന്നാലും ചാവളകതേ ഉള്ളൂ. തലവരയിൽ എഴുതി വെച്ചാൽ അയ്യോ നൈറ്റും ആയോ. അപ്പോൾ അമ്മീ അവിടെ കുട്ടിച്ചാത്ത പൊണ്ടാരക്കാലൻ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കുമോ? ഞാൻ പോട്ടെ, ഈ പ്രദേശത്തേക്ക് ഞാനല്ല ഗൈസ്. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് തോന്നുന്നത്, അവിടെ തന്നെ. അയ്യോ, വെള്ളം ഉണ്ടായിരുന്നു, എന്തോ ഭാഗ്യം. ഇതൊക്കെ എടുക്കാം. ടോർച്ച് എടുക്കും. ടോർച്ചില്ലാതെ ഒരു കളിയില്ല. ടോർച്ചില്ലാതെ കളിയൊക്കെ ഉണ്ടാവും. അതാ ബാക്കിയുള്ള സ്ഥലം. ഒന്ന് ഉറങ്ങട്ടെ. ഇപ്പോൾ Day 2 ആവും. സ്കോർ ഉറങ്ങിയിട്ട് ബെഡ് ഇവിടെ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ പാര നമുക്കാണ്. എങ്ങനെ അതിൻ്റെ ഇടയിൽ വേറെ എന്താ സോംബി മറ്റവരൊക്കെ വന്നിട്ട് അങ്ങനെ വെറുപ്പിച്ച്. ഉണ്ടായിരുന്നു എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവിടെ നുട്ടാ. അങ്ങനെ ഒരു 4 എണ്ണം കൂടി വെച്ച ജിയോയിലേക്ക് എത്തുന്നതാണ് തോന്നുന്നത്. അവിടെ അയണുണ്ടല്ലേ? ഓക്കെ. ജിയോടി യെസ്, എൻ്റെ ഫേവറേറ്റ് സാധനം. ഡെക്കറേഷനൊക്കെ ബെസ്റ്റാണ്. ബെസ്റ്റാണെന്നല്ല, എനിക്ക് ബെസ്റ്റാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. യെസ്, ഒരു സൗണ്ട് ഉണ്ട് കണ്ടോ?
ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ അത് ഫുള്ള് പൊട്ടിച്ചെടുക്കുന്നത്. ആ സൗണ്ട് ഉണ്ടല്ലോ, ആ ഫേവറേറ്റ് ആണത്. നമുക്ക് ഒരു ടോർച്ച് വെക്കാം. ആൻഡ് ഞാൻ ബെഡ് എടുത്ത് വെച്ചില്ലേ, ബെഡ് എടുത്ത് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അല്ലേലും എൻ്റെ ബുദ്ധി വിമാനം തന്നെ, ഇടയ്ക്ക് മന്ദബുദ്ധി എന്നേ ഉള്ളൂ. ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം, ഒന്നും ബാക്കി വെക്കണ്ട ഗൈസ്. ഈ കാൽസൈറ്റ് അത് പൊട്ടിച്ചെടുക്കാം, അത് വേണ്ട. എന്താ മനസുഖം. ഗൈസ് അങ്ങോട്ട് വലിയൊരു ലാവപ്പൂള് ഓക്കെ അയൺ പിക്കക്സ് ആണല്ലോ. അങ്ങോട്ട് വലിയൊരു ലാവപ്പൂള് കാണുന്നുണ്ട്. ഇവിടെ മിക്കവാറും ഡയമണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. നാട്ടുകാർ ഇരിക്കും ഞാൻ ചീറ്റ് ചെയ്യണമെന്ന്. വേഗം ഡയമണ്ട് ഇപ്പോൾ എങ്ങനെ എടുക്കുക? ക്രാഫ്റ്റിൻ്റെ ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അയ്യോ ക്രാഫ്റ്റിൻ്റെ ഒരു ഫർണസ് എല്ലാം ഉണ്ട്. എന്തോ ഞാൻ കാട്ടുന്നത് അല്ല, നമുക്കിപ്പോൾ ഉണ്ടാക്കാം. എൻ്റെ ഒരു 3 ഉണ്ട്. എവിടെ നിന്നൊക്കെയോ കിട്ടിയതാ. അയൺ കുളത്തുണ്ട് കൊന്നോന്നല്ല, എവിടെ നിന്നൊക്കെയോ കിട്ടിയതാ. ഞാൻ പറഞ്ഞു ഒരൊറ്റ ഡയമണ്ട്. ഒറ്റ ഡയമണ്ട് ആ ഒരു വെയിന്ന്. അതൊക്കെ നഷ്ടമാണ്. അവിടെ കുറച്ച് അയണുണ്ട്. അയ്യോ ഇനി ഡയമണ്ട് കിട്ടുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എപ്പോഴാണ് ഡയമണ്ട് കിട്ടുക? നല്ലൊരു വലിയ കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ ഡയമണ്ട് കിട്ടും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇത് നോക്കിക്കോ ഗൈസ് ഫൈനലി നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. വാട്ട്? ഓക്കെ ഈ ഡയമണ്ട് മൈൻ ചെയ്ത് പോകുമ്പോൾ ഒരു 10-15 അതിൻ്റെ പിന്നിക്കാറുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ പേരുണ്ടല്ലോ സാധാരണയാവും. ഓക്കെ, എൻ്റെ പേരിനൊരു മാറ്റം വരില്ല. അഥവാ എൻ്റെ പിന്നിൽ 10-15 ഉണ്ടെങ്കിൽ എൻ്റെ പേര് പട്ടിക്കാനുണ്ട്. ഒന്ന് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് ഡയമണ്ട് കൂടി ഉണ്ട്. എൻ്റെ ഒടുക്കത്തെ ഭാഗം നമുക്ക് വേറെ എങ്ങനെ ട്രൈ ചെയ്യാം. ഈ ഗെയിമിന് എന്താണിത്? വെറുതെ ഞാൻ പറഞ്ഞില്ല ഇത്ര വലിയ ലാവപ്പൂൾ ഉള്ളപ്പോൾ ഇവിടെ ഡയമണ്ട് ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. ഈ ലാവെന്ന് മാത്രമല്ലോ, അല്ലെങ്കിൽ ഞാനാര് കമോൺ. ഓ ഡയമണ്ട് ക്ലസ്റ്റർ എന്തെങ്കിലും ആണോ? ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു 10-20 അങ്ങോട്ട് ഉണ്ടാവും. ഇത് അല്ലെങ്കിൽ നോക്കിക്കോ. ഒന്ന് പോട്ടെ, 2 ഗോൾഡോ കുഴപ്പമില്ല, കഴിച്ചോണ്ട്. അല്ലെങ്കിൽ ഗൈസ് ആ ഡയമണ്ട് അവിടെ മൈൻ ചെയ്ത് പോകുമ്പോൾ ഒരു 10-20 അതിൻ്റെ പിന്നിക്കാനുണ്ടാവും. അല്ലേ നോക്കൂ. ഇപ്പം എങ്ങനെ അങ്ങോട്ട് പോകും? ഓക്കെ, മൂമെന്റ് ഓഫ് ട്രൂത്ത് 1. എന്താണ് ഈ ഗെയിം? ഞാൻ വിചാരിച്ചു അതും ഡയമണ്ടാണ്, അത് സോംബിയാണ്. ഈ ഡയമണ്ട് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ മിക്കതും ഒന്നാവും. ഈ വീഡിയോയിൽ എൻ്റെ ആകുമ്പോഴേക്ക് എത്ര ഡയമണ്ട് നമുക്ക് കിട്ടും നമുക്കൊക്കെ അവിടെ ഉണ്ട്. ഓക്കേ, ഗൈസ് ആ മൈനിങ് ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഏകദേശം 14 ഡയമണ്ടാണ് കിട്ടിയത്. 14 ഡയമണ്ട്. ഇത് നോക്കിയാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം.
ഗൈസ് ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ പണികൾ തുടങ്ങാം. നമ്മൾ നല്ലൊരു വീട് പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീടിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ നമുക്ക് റിസോഴ്സ് ഗ്യാതറിംഗ് ഒക്കെ ഉണ്ട്. ഗൈസ് അതൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് വരാം. ഇവിടെ ഒരു സ്കെൽട്ടൻ ചത്തെന്ന് തോന്നുന്നല്ലോ. ചാവട്ടെ അങ്ങോട്ട്. വലിയൊരു ലോകത്തിന് അത് ഒരു പാരയാണ്. സോ അങ്ങനെ റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്തിട്ട് ഞാൻ അപ്പോൾ വരാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മുടെ റിസോഴ്സ് ഗ്യാതറിംഗ് ഇവിടെ കഴിയുന്നുണ്ട്. ഇനി ഈ റിസോഴ്സൊക്കെ വെച്ചിട്ട് ആ വീടുണ്ടാക്കിയാൽ മതി. ഇത് മാത്രം പോരാ, നല്ല റിസോഴ്സിൻ്റെ ഒക്കെ ആവശ്യം വരും എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു വീട് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇതൊക്കെ പണിയോടെ ഞാനിട്ട പാട്. ഗൈസ് നിങ്ങൾക്ക് ഈ ഫോറസ്റ്റ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ഫോറസ്റ്റ് ഇത്രയല്ല ഉണ്ടായിരുന്നല്ലോ. ഈ ഫോറസ്റ്റ് ഇതാ ഏകദേശം ഇതിൻ്റെ ഈ ഒരു കുന്ന് വരെ ഉണ്ടായിരുന്നു. ബാക്കി എങ്ങോട്ടോ പോയി. എനിക്ക് തോന്നുന്നു അതിൻ്റെ ജസ്റ്റിക്കേ പോയിന്ന്. പിന്നെ മൈനിങ് പോകുമ്പോൾ കുറച്ച് കോൾസ്റ്റ് കൊടുത്തുകൊണ്ട് അത്രയും കാര്യമില്ല. ഏകദേശം കേസ് നല്ല ടൈം എടുത്തു. ആൻഡ് നമുക്കിനി ഈ വീട് പണിഞ്ഞ് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ പണിഞ്ഞിട്ട് ഞാൻ ഈ വീടൊന്ന് പണിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്പേസ് കിട്ടും. എന്താ വെച്ചിട്ടൊരു മൈന് അങ്ങോട്ട് എടുക്കാനാണ്. ഇൻറ്റീരിയറൊന്നും ഇപ്പോൾ ചെയ്യണില്ല, ഇപ്പോൾ ചെയ്യാൻ സമയമൊന്നുമില്ല. പുറത്തെന്തൊക്കെ അവസ്ഥ നോക്കട്ടെ. പുറത്ത് ഒരു ഷീപ്പിനാരെ വന്ന് ആ പട്ടി ഒന്നുമില്ല. ഇപ്പോൾ ഇത്രയാണ് എൻ്റെ വീട്. പിന്നെ ഇവിടെയൊക്കെ സിമ്പിൾ ഡിസൈനാണ് ചെയ്തത്. ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ആ കിടക്കുന്ന സാൻഡൊക്കെ ഒരുക്കിക്കൊണ്ട് വന്നിട്ടാണ് നമ്മളതൊക്കെ ചെയ്തത്. അവിടെ നിന്ന് കുറച്ച് ബാക്കിയുണ്ട്. നമ്മൾ ഇവിടെ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റെയർസ് ഇങ്ങനെയും പിന്നെ ഒരു ലെയർ കോബിൾ സ്റ്റോണും അതിൻ്റെ മുകളിൽ സ്റ്റെയറും വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അതേമാതിരി തന്നെ ഇതുണ്ട്. പിന്നെ റൂഫ് ചെയ്യാനായിട്ട് എനിക്ക് അത്ര അറിയില്ല, മാത്രമല്ല സമയമില്ല. അതുകൊണ്ട് അത് ഞാൻ വിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് മൈനോ എന്തെങ്കിലും കൊണ്ടുവരണം. ഇൻറ്റീരിയറിന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്നാണ് നമുക്ക് എഴുതുന്നത്. ഇൻറ്റീരിയറിൽ കുറേ ചെസ്റ്റും ഇതും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഫൈനലി നമുക്ക് കുറച്ച് പാർട്ടുകൾ വരെ സെറ്റ് ചെയ്യാം. ഞാൻ ഇത് ആഡ് ചെയ്യാൻ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ ഇത് ആഡ് ചെയ്യണമായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഇതെന്താ ഇങ്ങനെ? ഓക്കെ, അത് മാത്രമൊരു വഴിയുണ്ട്. നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ ചത്തപ്പം എൻ്റെ ആക്സ് എങ്ങോട്ട് പോയി. ചത്തപ്പയ്ക്ക് എൻ്റെ ആക്സ് കിട്ടിയില്ല. നമ്മൾ ഡയമണ്ട് എടുത്തേക്കാണ് കേസ്. ഇനി അടുത്ത എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഡയമണ്ട് യൂസ് ചെയ്യാം. ആൻഡ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സർവൈവൽ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ ഗൈസ് എൻജോയ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 2 ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.